നമസ്കാരമുണ്ട്. സങ്കടം എന്ന് പറഞ്ഞൂടെ, ഇതൊരു റംബുട്ടാൻ്റെ ചെടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് നമ്മൾ നടാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് വാടി, ഞാനിപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അപ്പോൾ ഏതായാലും റെഡിയാവും. അപ്പോൾ അത് ഇവിടെ ഉഷാറായിട്ടൊരു റംബുട്ടാനുണ്ട്. അവനേതായാലും ഉഷാറാവും. പലതരം വെറൈറ്റി കളറിലുള്ള തെങ്ങ് കുഴപ്പമില്ലാതിരിക്കുന്നു. ഇത് ഒരു കുള്ളൻ മാവ് എന്ന് പറയല്ലേ, മൽഗോവ മാംഗോ. രസമുള്ള ഒരു പരിപാടി, നല്ല സുഖമുള്ളൊരു പരിപാടി. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സുഖമുള്ളൊരു പരിപാടിയാണ്. കുറേ എണ്ണം നടാൻ ബാക്കിയുണ്ട് അത്രേ, ഇതൊക്കെ നടാനുണ്ട് അത്രേ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നട്ട് വരുന്നു. പിന്നെ അടിപൊളി മാവുണ്ട്, നല്ല കറിവേപ്പ്, നല്ല തെങ്ങ്. ഒരു റംബുട്ടാൻ്റെ ചെടിയാണ്. അത് മാറ്റി നടണത്രേ, അത് ഒരു സമയത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഒരു റംബുട്ടാൻ്റെ ഒരു ചില്ല കുറച്ച് വാടിപ്പോയി, പകരം ഞാനത് കട്ട് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുള്ളത്. താഴത്തെ ഒരു വരി കവുങ്ങും തൈ വെച്ചു, അതിനിടയിലൊക്കെ ചെറിയ നേന്ത്രവാഴയുടെ കന്ന് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉഷാറാവട്ടെ. ഇപ്പോൾ നടക്കാനൊക്കെ ഞാൻ ഒരാളെ പണിക്കാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ചേട്ടനാണ്, വാസുവേട്ടൻ, പെരിങ്ങോത്തന്നില്ലാണ്. അങ്ങനെ രാവിലെ വന്നിട്ട് എല്ലാം ചെയ്ത് വളരെ ഗംഭീരമായി ചെയ്തു തരും. ഇപ്പോൾ ഇത് കുറച്ച് പൈസ മുടക്കിയിട്ട് തന്നെ ഇതാക്കിയത്, കാരണം 2,000-3,000 രൂപ ആയി ഈ ഷീറ്റ് കെട്ടാൻ വേണ്ടിയിട്ട്. കാരണം വലിയ രീതിയിൽ വെയിലടിക്കുന്നത് കുറയല്ലോ, ഭയങ്കര വെയിലാണ്. അപ്പോൾ അത് കുറച്ച് മാറ്റം കിട്ടും. ഇല്ലാത്ത ചെടികളില്ല, എല്ലാം ഉണ്ട്. ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിൽ നല്ലോണം വെള്ളമുണ്ട്. പുഴയിലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെള്ളം കുറവ്, ഇപ്പം കുറച്ച് വെള്ളം കാണുന്നുണ്ട്. പിന്നെ സ്വാമി ശരണമാണ്, അതുകൊണ്ടാണ് നരകളൊക്കെ ഇങ്ങനെ കിളുത്ത് വന്നിരിക്കുന്നത്. എല്ലാവരും വിചാരിക്കും എന്തെന്ന് കോരം, സ്വാമിയെ ശരണമയ്യപ്പ. അപ്പോൾ 41 ദിവസത്തെ വ്രതം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗംഭീരമായിട്ട് കാണാം. എന്നാലും പച്ചക്കറി കൃഷി തുടങ്ങണം. ഇതിനിടയിലൊക്കെ പച്ചക്കറി കുറച്ച് സംഭവം നടാനുണ്ട്. നമ്മളെ വളപ്പിൽ ഈ മാവും തൈയും തയ്യലും നടുന്നതിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? സ്വപ്നമാണല്ലോ, സ്വപ്നം ഇങ്ങനെ പ്രാവർത്തികമാകുമ്പം ആരോ പറഞ്ഞേ, പിന്നെ തലയിൽ ഷാമ്പൂ ഇട്ടിട്ട് എണ്ണി വെച്ച് ഷാമ്പൂ ഇട്ടിട്ട് ഞാൻ ഒരു ദിവസം പോലും എണ്ണ ഇടാത്തയോ ഷാമ്പൂ ഇടാത്തയോ എൻ്റെ ചരിത്രത്തിലില്ല. ഞാൻ ക്യാൻസറായിട്ട് കീപ്പ് ചെയ്ത് കുളിക്കും വരെ എണ്ണി ഷാമ്പൂ ഇട്ടിന്, അതിലെനിക്ക് ജീവിതം. ഈ ചപ്രപ്ര മുടി ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് അങ്ങനെയാവും. ഇനിയിപ്പോൾ പലരും പറയും എൻ്റെ താടി ഇതായിപ്പോൾ, എൻ്റെ മീശ ഒന്നും നരച്ചിട്ടില്ല. ഇത് പണ്ട് ഞാൻ കുറച്ച് നാൾ പുറത്തുണ്ടായിരുന്നു. അവിടുന്ന് വന്ന സമയത്ത് കുറച്ച് മാത്രം നരവിടെ ഉണ്ടായി. ഇവിടെ അമ്മ എന്തോ തലക്ക് തടിക്കൊണ്ട് ഞാനെടുത്ത് കഴിക്കുവാൻ ഈ പിഴിഞ്ഞ തടി. അതിന് ശേഷം പിന്നെ എല്ലാം നരയായിപ്പോയി. അത് കുഴപ്പമില്ല, നര അങ്ങനെയാണ്. അജിത്ത് എന്ത് ചെയ്യും, എന്ത് പറയണം അല്ലേ? ഇത്തിരി എളുപ്പപ്പണി വേറെ ഒന്നും അല്ലേ? അപ്പം അത് കഴിഞ്ഞാൽ ചെറിയൊരു എളുപ്പപ്പണി. എന്താ വെച്ചേക്കുന്ന എത്രക്ക് ചൂടുണ്ടോ? ഇപ്പൊ ചൂടാണ്, ചൂട്. അതിന്റെ തന്നെ അടപ്പുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് എന്റെ പനിയെല്ലാം എടുത്തിട്ട് എന്റെ തണുപ്പുണ്ടായി 2-3 മാസം. ഭയങ്കര BP ആണ്. BP എന്നെല്ലാം പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഗുളിക കഴിക്കുന്നുണ്ട് കുറയുന്നില്ല. എന്താ നോക്കാലോ പോയിട്ട് അതൊന്നുമില്ല. പോയിട്ട് പാവം രാവിലെ എണീച്ച് കുക്കിംഗ്. എല്ലാ ദിവസവും ഒരേ ഭക്ഷണം ആയി കഴിഞ്ഞാൽ പിള്ളേർ മടുക്കും. അപ്പോൾ ഒരു ദിവസം അപ്പം, ഒരു ദിവസം ദോശ, കരിയും. ചായ തിളക്കുന്നുണ്ട്. കട്ടനാണ് പാല് അല്ലേ പോട്ടാ? പിള്ളേർ കുടിച്ചു, പച്ചപ്പാല് കുടിച്ചു. പുന്നൂസ് പാല് തൈര്. ഞാൻ പറയും കണ്ണന്റെ പുനർജന്മാന്നോന്ന് വിചാരിക്കും അല്ലേ പുന്നൂസിന്? കണ്ണന്റെ പുനർജന്മാന്നോന്ന് വിചാരിക്കും പുന്നൂസ്. കാരണം തൈര് പാൽ ഇതെല്ലാം കട്ടുപിടിക്കലാന്ന് പറഞ്ഞില്ല. വേണമെങ്കിൽ വന്ന് അവിടെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് അതിങ്ങനെ ഉറിഞ്ചി കുടിക്കും തൈരും പാലും. ഞാൻ എപ്പം പറയും കണ്ണന്റെ പുനർജന്മം ഞാൻ പറയും. അതന്നെ ഷെയ്ക്ക് കുടിക്കില്ല, ഷെയ്ക്ക് കട്ടിപ്പാലല്ലേ, അത്രയും കട്ടിപ്പാലാക്കിയിട്ടാണ് കുടിക്കുന്നത്. ഈ അപ്പത്തിന്റെ കാര്യം പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് റോവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പവും താറാവരച്ചിയും കിട്ടും. സ്വാമിയെ ശരണമയ്യപ്പ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ചില്ലി ഗോപിയാക്കി പിള്ളേർക്ക് ആ ഒരു നോൺ വെജിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. പാലപ്പം അല്ലേ?
കറി ചില സ്ഥലത്ത് ഇത് മറ്റേ ഇത് കൂട്ടിലാക്കൂല, കള്ളു കൂട്ടിലാക്കൂല, കള്ളപ്പം കറിയടിയില്ലേ കറി നോക്കട്ടോ കറി ഓ കോളിഫ്ലവർ ഉണ്ടോ? കോളിഫ്ലവർ പടക്കട കയറി തൊണ്ടക്ക് രാവിലെ എണീച്ചാൽ എന്റെ സാമിയെല്ലാം എഴുന്നേക്കാൻ വിളിച്ചിട്ട് വേണം ഇവരെല്ലാം എഴുന്നേപ്പിക്കണം. 6 മണിക്ക് വിളിക്കുമ്പോ കഴിച്ചു ഇങ്ങനെ വെക്കും. 2 മണിക്കലാണെങ്കിൽ ഫുള്ള് രാത്രി ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങുകയേ ചെയ്യില്ല അല്ലേ പോയിട്ടാ? മക്കളെല്ലാം രാവിലെ ഉറങ്ങിക്കഴിഞ്ഞാൽ വേണ്ട നീ പോട് വേണ്ട സ്കൂളിൽ പോകാൻ റെഡി ആയിക്കും. അതിന് മുമ്പെല്ലാം മാറിയിട്ട് കഴിഞ്ഞാല് നമ്മള് 5 മണിക്ക് നേരെ പോയി കുളത്തിൽ അല്ലെങ്കിൽ പുഴയിൽ പോയി തോട്ടിൽ പോയി കുളിക്കും. ഇപ്പൊ പിള്ളേർക്ക് എല്ലാ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് അങ്ങനെയാണ് സംഭവങ്ങൾ. അല്ലേ? വെജിറ്റേറിയൻ ഫുഡ് റെസിപ്പി നമുക്ക് രസം കൊടുക്കണം. സാമ്പാർ, സ്കൂളിലേക്കല്ലേ സ്കൂളിലേക്കുന്ന അല്ലാതെ നമ്മളെ ഒരു ദിവസത്തെ സ്വാമിന്റെ ഫുഡല്ലേ? സ്വാമിയുടെ ഒരു ദിവസത്തെ അഹോരാത്ര യജ്ഞം. ശ്ലോകം ചൊല്ലുക. ഏത് ശ്ലോകം ഇപ്പം ദേവീനെ എനിക്ക് ഇഷ്ടമാണ്. ദേവീന്റെ ശ്ലോകം വീണാപാണി പാണിഭ്യാമളി പൂർണ്ണ രക്തചഷകം രക്തോത്പലം ബിഭ്രതീം രക്തം രക്തഘടസ്ഥ രക്തചരണം ധ്യായേൽ പരാമംബിക. അടിപൊളിയാണല്ലേ? സംഭവം. ആനന്ദം പരമസുഖം കേവലം ജ്ഞാനബുദ്ധിം വിശ്വാതീതം ഗഗനസദൃശം തത്വസ്യാതിരക്ഷ്യം നിയമം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുത്വം നമാമ്യം. ലാസ്റ്റ് ഗുരുവിനെ നമിച്ചോണ്ട് പോകണം. അയ്യോ എൻ്റെ ഇത് പരിക്കും. എനിക്കെന്ത് ഡ്രസ്സിന് യൂണിഫോം ഇട് പോ. ഫുഡ് വെച്ചിട്ട് ഒരിക്കലും സ്ഥിരമായിട്ട് ഇവരെ കൊണ്ടുവിടാൻ ഓട്ടോറിക്ഷ ആക്കിയിട്ടുണ്ട്. അവസാനം ഈ ഓട്ടോറിക്ഷക്കാരൻ എപ്പോഴും ഹോൺ അടിച്ച് അവസാനം ഇപ്പൊ ഹോൺ അടിക്കാറില്ല. അവിടെ നിന്ന് നിർത്തി അവരില്ലാതെ അവരെ പോകും. ഞാൻ കൊണ്ടുപോകില്ല ഇപ്പൊ പനി. മാറി ഇട്ടാലെങ്കിൽ ശരിയാവും. രക്ഷയില്ല, ഒരു രക്ഷയില്ല ഗൈസ്. എഴുന്നേക്കണ്ടേന്ന് പറയുന്നു. അതെ അതെ. എങ്ങനെ പറഞ്ഞാലും ഇത് ഉറങ്ങാൻ ഇപ്പൊ ഒരു 10-11 മണിക്കൊക്കെ ഉറങ്ങത്തിന്റെ പരിപാടി ആക്കുന്നുണ്ട്. പക്ഷെ നല്ല അപ്പാണ്. അപ്പും കറി ഇരുന്നോ കട്ട് ചെയ്തിട്ട് എടുക്കാലോ കേട്ടോ അല്ലേ? അങ്ങനെയുണ്ട് ഉപ്പ്. നല്ലുണ്ട് കേട്ടോ അച്ഛ. നല്ലുണ്ട് കേട്ടോ അച്ഛ. നല്ലുണ്ട് കെട്ടച്ഛന തല്ലച്ഛന കേട്ടു അച്ഛ എന്ന് കെട്ടച്ഛ. അമർത്താരം അങ്ങനെ അവെങ്ങനെയുണ്ട്? കഴിക്കൂ, കഴിച്ചിട്ട് പറയും. കുറച്ച് നാരങ്ങ വരുവാ. അടിപൊളി. അതെല്ലേ? ബട്ട് യു ആർ അടിപൊളി. മെയ്ഡ് പെണ്ണിനെയാ പറയുന്നത്. അച്ഛനകത്തൊരു പുതിയ പീസ് ക്രിസ്പിയായ പീസ് തന്നു ഗൈസ്. ഓണെല്ലാം പോയത് കിട്ടുള്ളൂ. കണ്ണു കാണും സ്റ്റഡി ടേബിളിന്റെ റൈറ്റ് സൈഡില്. അല്ല കല്ലില് നോക്ക്. വെജിറ്റേറിയന് വളരെ സുഖമാണ് അല്ലേ? ബട്ടർ ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ കഴിക്കല്ലേ രാവിലെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം അതെന്ന് പറഞ്ഞാൽ. കാരണം വയറിന് അസ്വസ്ഥതയില്ല, മനസ്സിന് അസ്വസ്ഥതയില്ല, നാവിന് അസ്വസ്ഥതയില്ല, അല്ലേ? ഒന്നിനും അസ്വസ്ഥതയില്ല. ഒരു നല്ല വൃത്തി നമ്മളെ കോഴിക്കോട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അപ്പത്തിന്റെ പരിപാടി കഴിഞ്ഞു അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സ്വാമി ചരണം. ഭാവി ഇപ്പം എന്താ എഴുത്ത് തുടങ്ങിയ? എഴുത്ത് തുടങ്ങണ്ടേ? 2 മാസത്തിനുള്ള സ്ക്രിപ്റ്റ് തീർക്കണ്ടേ? അടേ മൊബൈലിൽ എഴുതുന്ന പരിപാടികളിലേക്ക് ആക്കിത്തരാം. നമ്മളിവിടെ നമ്മുടെ
അമ്മായിയുടെ വീട്ടിൽ വന്നിട്ടുള്ളത്. ഉച്ചയൂണ് അമ്മായിയുടെ വീട്ടിൽ നിന്നാണ്. ഞാനുണ്ട്. ആ, സ്വാമിമാർക്കാളും മുമ്പേ അവരുണ്ട്. അമ്മായി സ്വാമിയാണ്, മാളികപ്പുറമാണ്. അമ്മായി നല്ല വൃത്തി പാചകം ചെയ്യും, ഗംഭീരമായ ഫുഡാണ്. ആ കൈപ്പുണ്യം പോലെ തന്നെയാണ് സ്നേഹവും. കല്യാണം കഴിച്ച നാൾ മുതൽ അമ്മായിനെ കണ്ടു തുടങ്ങുന്നുണ്ട്. അന്നും ഇന്നും ഒരേ അന്നും പൊയ്യാപ്പിള ഇന്നും പൊയ്യാപ്പിള, ഒരിക്കലും മാറാതെ. സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കാനുള്ളതാണ്. കൊടുത്താൽ മാത്രമല്ലേ അത് തിരിച്ചു കിട്ടുള്ളൂ. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇവരുടെ നാട് പെരുവാമ്പ എന്നുള്ള സ്ഥലമാണ്. കല്യാണം കഴിച്ച് പോയ അന്ന് മുതൽ ഇന്ന് വരെ അമ്മായി നമ്മളോട് ഒരേ തരത്തിലാണ് സ്നേഹിക്കുന്നത്, ഒരേ തരത്തിലാണ് പെരുമാറാറ്. അന്നും പൊയ്യാപ്പിള തന്നെയാണ്, ഇന്നും പൊയ്യാപ്പിളയാണ്. പൊയ്യാപ്പൊക്കെ അപ്പുറത്തേക്ക് ഒരു അമ്മയുടെ സ്നേഹം ഒരു പരിധി വരെ, ഒരു എന്ത് പറഞ്ഞാലോ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ലേഖയുടെ അമ്മേനേക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കുന്നത് അമ്മായി തന്നെയാണ്. അത് ഒരാളെ മനസ്സിലാവും നമുക്ക് ആ ഒരു പെരുമാറ്റത്തും കാര്യങ്ങളും. അമ്മാവൻ അങ്ങനെ തന്നെയാണ്. അമ്മാവനായിരുന്നു കൈപിടിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ പിന്നെ അച്ഛന് പകരം, അച്ഛനില്ല അച്ഛൻ മരിച്ചുപോയി, അച്ഛന് പകരം എന്നെ കൈപിടിച്ച് എനിക്ക് കൈപിടിച്ച് തന്നത് അമ്മാവനായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം ഇപ്പോഴും ഓർക്കും. അമ്മാവൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയി, പെട്ടെന്നായിരുന്നു അത് മരണം, അറ്റാക്ക് ആയതായിരുന്നു. അപ്പോൾ അത് ഇപ്പം വല്ലാതെ മിസ് ചെയ്യുന്നു. അതുപോലെ എനിക്ക് നമ്മൾ ഈ അമ്പല ദർശനം അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നത്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന പ്രായ ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ അമ്മയും അച്ഛനോട് എല്ലാവരും ചോദിച്ചാൽ മനസ്സിലാവും. കാരണം കറയില്ലാത്ത അല്ലെങ്കിൽ കളങ്കമില്ലാത്ത സ്നേഹം എവിടെയുണ്ട് അവിടെ ആൾക്കാർ പോകും അല്ലെ. അതാണ് അമ്മായി, നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വീഡിയോകളോട് പറയുന്നത് സ്നേഹത്തിനെ കുറിച്ച് മാത്രമാണ്. നമുക്ക് ആകെ ജീവിതത്തിൽ ബാക്കിയുള്ളതും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും വേറെ തരത്തിൽ അവിടുന്ന് കടം വാങ്ങിച്ചു കൊടുക്കാനും വേണ്ട, നമ്മൾക്ക് വേറെ തരത്തിൽ മെനക്കേടില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് അമ്മായിൽ നിന്ന് കിട്ടുന്നുണ്ട്, തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നുണ്ട്. ആരാണോ സ്നേഹം ഇങ്ങോട്ട് തരുന്നത് അവർക്ക് അതുപോലെ 100 ഇരട്ടി കൊടുക്കും. അതാണ് സംഭവം. അപ്പോൾ ഏതാവട്ടെ, ഇപ്പം ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഗംഭീരമായിട്ട് പാചകം ചെയ്യും, നല്ല ഗംഭീരമായിട്ട് കൂട്ടുകറിയും കാര്യങ്ങളും പായസവും കാര്യങ്ങളും ഒക്കെ വെക്കും. അപ്പോൾ ഒരു രസമാണ്. അപ്പോൾ അമ്പല ദർശനത്തിനൊക്കെ ഏതെങ്കിലും അമ്പലത്തിൽ പോകണമെങ്കിലും അമ്മ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടും. കാരണം അത് രസമാണ്. നമുക്ക് ആൾക്കാർ വേണം. മുമ്പേ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആകട്ടെ. അപ്പോൾ ഇന്ന് ഈ വാലന്റൈൻസ് ഡേക്ക് സ്നേഹത്തിന്റെ യഥാർത്ഥ വില അറിഞ്ഞ ഒരു കാര്യമാണ് സംസാരിച്ചത് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് അമ്മായിക്കാണ് സല്യൂട്ട്. അതല്ലേ അല്ല, ഇപ്പൊ ബൾക്കായിട്ട് ഇറങ്ങുമ്പോ ഇപ്പൊ 4000 ഉണ്ടല്ലോ. അതല്ലേ അതെ, ഈ ഏജന്റിൽ നിന്ന് ലാഭമില്ലതിടാ. ഇങ്ങനെ പറയുന്നത് എല്ലാം കേട്ടിട്ട് നൊട്ടി നൊണിയും ഭാഗത്തുള്ള പറയുന്നത് നമ്മൾ നാട്ടുകാര്യങ്ങളെല്ലാം പറയുന്നത്. പന്നി വരാറുണ്ടോ? പന്നിപ്പോ ഇല്ല, പന്നിപ്പോ വന്നിട്ട് അപ്പൊ നടാൻ സൗകര്യം ഉണ്ടാടാ പറഞ്ഞു. ഞാൻ 10-30 വരെല്ലാം ഞാൻ എടുക്കും. ഇന്നത്തെ ചേമ്പുണ്ടമ്മേ, പോയാ ഇങ്ങോട്ടല്ലോ ഞാൻ കണ്ടിട്ടല്ല. നിങ്ങൾ രാത്രിയാ എടോ എന്താ പരിപാടി? ഇത്രയും തിരക്കുണ്ടാന്ന് വിചാരിച്ചില്ല അല്ലേ? ഇത്രയും തിരക്ക് തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ആളൊക്കെ ഉണ്ട്. പക്ഷെ അത്തരത്തിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. അപ്പം നട അടച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും എന്ന് പ്രതീക്ഷയിലാണുള്ളത്. എന്താണ് മലയാളിയാണ്, പേടിക്കണ്ട.